വേനൽ മഴ കഴിഞ്ഞില്ല എങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുട്ടുന്ന സാഹചര്യമാണ്. നഗരത്തിലെ ജലസ്രോതസ്സുകളായ പേപ്പാറ, നെയ്യാർ, അരുവിക്കര അണക്കെട്ടുകളിലെ ജലനിരപ്പ് അപകടകരമായ വിധം താഴ്ന്നിരിക്കുകയാണ്. പലയിടത്തും മൺതിട്ടകൾ തെളിഞ്ഞു തുടങ്ങിയതോടെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ മെയ് 15 വരെ വിതരണം ചെയ്യാനുള്ള വെള്ളം മാത്രമാണ് അണക്കെട്ടുകളിലുള്ളതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. നെയ്യാറിലെ ജലനിരപ്പ് 65 മീറ്ററിന് താഴെയായാൽ നഗരത്തിലേക്കുള്ള പമ്പിംഗ് പൂർണ്ണമായും നിലയ്ക്കും. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകുന്നത്. അരുൺ, ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. മഴ പെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ തലസ്ഥാനം കുടിവെള്ളം മുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും അല്ലേ? സ്മൃതി, ഒരു സംശയം വേണ്ട. 2017 സമാനമായിട്ട് തലസ്ഥാന നഗരം വലിയ കുടിവെള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധജല ഉറവിടങ്ങളാണ് പ്രധാനമായും കരമനയാർ, അതുപോലെ തന്നെ പേപ്പാറ, അരുവിക്കര ഡാം, നെയ്യാർ. ഈ ഡാമുകൾ, പ്രത്യേകിച്ച് അണക്കെട്ടുകൾ ഇപ്പോൾ വറ്റി വരണ്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വാമനപുരം നദി അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വിവാദങ്ങളിലേക്ക് വന്നിരിക്കുന്നു. കാരണം ആ നദിയിൽ നിന്നും വരേണ്ടുന്ന 15ഓളം വരുന്ന കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിലേക്കാണ് പ്രധാനമായിട്ടും ഈ പദ്ധതികൾ ഇപ്പോൾ വെള്ളം വരേണ്ടുന്നത്. വാമനപുരം നദിയിൽ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത സ്ഥിതി വിശേഷമായിരിക്കുന്നു. മണൽത്തിട്ടകളെല്ലാം അവിടെ ഇപ്പോൾ വറ്റി വരണ്ടു നിൽക്കുന്നു. നെയ്യാർ ഡാമിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കാപ്പുകാട് 2017 കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ തലസ്ഥാന നഗരത്തേക്ക് കുടിവെള്ളം എത്തിച്ചത് പേപ്പാറയിലേക്ക് നെയ്യാർ ഡാമിൽ നിന്നാണ്. നെയ്യാർ ഡാമിലെ കോട്ടൂർ ആന സങ്കേത കേന്ദ്രത്തിന് അകത്തുള്ള കാപ്പുകാടിൽ നിന്നാണ് അവിടെ നിന്നും വെള്ളം എത്തിച്ചത്. പക്ഷേ അവിടെയും കുടിവെള്ളം ഇല്ല എന്നുള്ളതാണ്. അതായത് ജലം ഇല്ല, വറ്റി വരണ്ടു പോകുന്നു. പലയിടങ്ങളും കാപ്പുകാടിന് തൊട്ടടുത്തുള്ള പന്ത് അടക്കമുള്ള സമീപ പ്രദേശങ്ങൾ കുട്ടികൾ വേനൽക്കാലമായപ്പോഴേക്കും ജലം വറ്റി വരണ്ടപ്പോൾ അത് മൈതാനങ്ങളായി മാറിയ സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. നമ്മളവിടെ എത്തിയപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ ആയി മാറിയിരിക്കുന്നു ചിലയിടങ്ങളൊക്കെയും. പേപ്പാറ അണക്കെട്ടാണെങ്കിൽ അവിടെയാണ് അരുവിക്കര ഡാമിലേക്ക് എത്തുന്നത്. അരുവിക്കര ഡാമാണ് തലസ്ഥാന നഗരത്തിന്റെ പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്. അരുവിക്കര ഡാമിൽ നിന്നും വെള്ളം എത്താത്ത സ്ഥിതിവിശേഷമുണ്ട്. നിലവിൽ അരുവിക്കരയിൽ നിന്നും മെയ് 15 വരെ മാത്രമേ വെള്ളം വിതരണം ചെയ്യാൻ കഴിയൂ. നെയ്യാറാണെങ്കിൽ മെയ് 23 വരെ മാത്രമാണ് കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയുക. പ്രത്യേകിച്ചും തെക്കൻ മലയോര മേഖലയിലെ കാർഷിക പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നെയ്യാറിനെ മാത്രം ആശ്രയിച്ചാണ് തെക്കൻ മലയോര മേഖലയിലെ കർഷകരൊക്കെയും ഈ കൃഷി ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മെയ് മാസം ഏറെ നിർണായകമാകും. വരുന്ന 27 ശേഷം 28ഓ 29നോ തലസ്ഥാന നഗരത്ത് ശക്തമായ മഴ പെയ്തില്ല എങ്കിൽ ഈ ഡാമുകളൊക്കെയും വലിയ രീതിയിൽ പ്രതിസന്ധിയാവും. കാരണം ഇപ്പോൾ തന്നെ 34% മാത്രം വെള്ളമാണ് നെയ്യാർ ഡാമിലുള്ളത്. അതുപോലെ തന്നെയാണ് പേപ്പാറയിലാണെങ്കിൽ കേവലം 77 മീറ്റർ വെള്ളം മാത്രമാണുള്ളത്. അതായത് 10 മീറ്റർ വെള്ളം ഇപ്പോൾ തന്നെ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്ഥിതിവിശേഷം നെയ്യാർ ഡാമിനെ മാത്രം ആശ്രയിക്കേണ്ടുന്ന ഘട്ടങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. സ്മൃതി, ഇവിടെ ചീഫ് സെക്രട്ടറി നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം എത്രയും വേഗം തലസ്ഥാന നഗരത്തേക്ക് എത്തിക്കണമെന്നാണ്. ജലനിരപ്പ് വലിയ ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.